ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ദോശയ്ക്ക് കറിയായിട്ട് സാമ്പാറാണ്. എല്ലാ കഷ്ണങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ഫ്രിഡ്ജിലിരുന്ന് കുറച്ച് കഷ്ണങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. കുറച്ച് മൂന്നാലഞ്ച് അമരയ്ക്ക ഉണ്ടായിരുന്നു, 2-3 വെണ്ടയ്ക്ക, അതുപോലെ ഒരു കായ എല്ലാം കൂടെ ചേർത്ത് തക്കാളിയും പച്ചമുളകും പിന്നെ ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു സാമ്പാറാണ്. സാധാരണ ദോശയ്ക്ക് ഇവിടെ ചമ്മന്തിയാണ് ഞാൻ അരയ്ക്കാറുള്ളത്. അന്നേരം ഇന്ന് ചമ്മന്തി ആർക്കും അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഇത് സാമ്പാറാക്കാമെന്ന് കരുതി. പിന്നീട് സാമ്പാറാണെങ്കിൽ 2 ഉപയോഗമുണ്ട്. ഉച്ചക്കലത്തേക്കും കൂടെ അത് നമുക്ക് എടുക്കാം. അങ്ങനെ ദോശയും സാമ്പാറുമാണ്. ഇടയ്ക്ക് ഞാൻ ദോശയ്ക്ക് കടലക്കറി ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ കടലക്കറിയും വലിയ താല്പര്യം ആൾക്കാർക്കില്ലാത്തത് കൊണ്ടാണ് സാമ്പാറാക്കിയത്. സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അങ്ങനെ ദോശയൊക്കെ ഞാൻ ഓരോന്നായിട്ട് ചുട്ടെടുത്തു. ഇന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ചേട്ടൻ എവിടെയോ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ദോശയും സാമ്പാറും ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറും ആയിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയത്. അത് കഴിക്കുകയും ചെയ്തു. അതിനുശേഷം ഇനി ഉച്ചക്കലത്തെ പരിപാടിയാണ്. ഉച്ചക്കലത്തേക്ക് ഇനി ചക്കപ്പൂഞ്ഞും ചക്കക്കുരു. ഇന്നാളൊരു ദിവസം ചക്ക അടത്തിയില്ലേ, അതിൻ്റെ ബാലൻസ് കുറച്ച് ചക്കപ്പൂഞ്ഞും കുറച്ച് ചക്കക്കുരു ഉണ്ട്. അതൊന്ന് തോരൻ വെക്കാമെന്ന് കരുതി. അപ്പോഴാണ് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയത്. ഇത് കൊടൈക്കനാലിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടു തന്നതാണ്. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് തുറന്നു നോക്കുകയാണ്. ചേട്ടൻ 2 ദിവസമായിട്ട് കൊടൈക്കനാലിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അങ്ങനെ തുറന്നു നോക്കിയപ്പോഴെന്താ, മുന്തിരിങ്ങ, നല്ല കറുത്ത മുന്തിരിങ്ങയായിരുന്നു. നല്ല ഫ്രഷ് മുന്തിരിങ്ങ. ഒരു കൊടൈക്കനാലിൽ നിന്ന് വരുന്ന വഴിക്ക് കമ്പം തേനി വഴിയൊക്കെയാണ് വരുന്നത്. അവിടെ ഈ മുന്തിരിപ്പാടവും മുന്തിരിത്തോട്ടവും അതുപോലെ ഈ മുന്തിരിങ്ങ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അവിടെ ഇറങ്ങിയപ്പോൾ വാങ്ങിയതാണ്. ഒരു പാക്കറ്റ് നിറച്ച് ഉണ്ടായിരുന്നു. നല്ല വിലക്കുറവാണ്, 200 രൂപയും കണ്ടേ ആയുള്ളൂ ഇത്രയും മുന്തിരിങ്ങയ്ക്ക്. അങ്ങനെ ഞാൻ എളുപ്പം എടുത്തുകൊണ്ട് പോയി ഒരു കൊല എടുത്തുകൊണ്ട് പോയി കഴിച്ച് നോക്കിയാണ്. നല്ല മധുരമുണ്ട്. നല്ല പഴുത്ത മുന്തിരിങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്. മറ്റേ അധികം പഴുക്കാത്തതിന് നല്ല പുളിപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ മുന്തിരിങ്ങ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ചക്കപ്പൂഞ്ഞും ചക്കക്കുരുവൊക്കെ നന്നായിട്ട് ചെറിയതായിട്ട് അരിഞ്ഞെടുത്തു. അത് കുറച്ച് അരിഞ്ഞെടുക്കാൻ മാത്രം ഇച്ചിരി പാടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. കടുവറുത്ത് ചക്കപ്പൂഞ്ഞും ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് ഈ ചക്കപ്പൂഞ്ഞൊന്ന് ചെറുതായിട്ട് വേവിക്കണം. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് അല്പം മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി, കറി മസാലപ്പൊടി അതൊക്കെ കൂടെ ഇപ്പം തന്നെ ഇടാം. അല്ലെങ്കിൽ നമ്മൾ കടുക് വറുക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി പെരുംജീരകവും കറി മസാലയും എല്ലാം ഇട്ടിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് എന്നിട്ട് ഈ ചക്കപ്പൂഞ്ഞും ചക്കക്കുരുവും കൂടെ അങ്ങിട്ടാലും മതി. 2 രീതിയിലും ചെയ്യാം. അങ്ങനെ ഞാൻ അതും കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ചക്കപ്പൂഞ്ഞും ചക്കക്കുരുവും കൂടി ഇടേണ്ടത്. പിന്നെ അതൊന്ന് വെന്ത് വരുമ്പം നമുക്ക് ഈ അരിഞ്ഞ് വെച്ച കൊച്ചുള്ളി, നല്ല ചെറിയ ഉള്ളി തന്നെ അരിഞ്ഞ് വെക്കണം. സവാള ഉള്ളിയേക്കാളും നല്ലത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ വേണം. അതേപോലെ കുറച്ച് തേങ്ങാക്കൊത്ത് എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞിട്ട് അതും ഇതിനകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെക്കണം. ചക്കപ്പൂഞ്ഞും ചക്കക്കുരു വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്താൽ മതി. അതിനുശേഷം അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് ഒരെണ്ണമെടുത്ത് തിന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ അത് വെന്തിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഇതുപോലെ തേങ്ങ, മഞ്ഞളും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ച് ആ തേങ്ങയും കൂടെ അതിനകത്തിടണം. അങ്ങനെയാണ് ചക്കപ്പൂഞ്ഞും ചക്കക്കുരുവും ഉണ്ടാക്കുന്നത്. പിന്നെ കറി മസാലയും കൂടെ ചേർക്കുന്നത് കൊണ്ട് നല്ല ഇറച്ചി തോരൻ വെച്ച കണക്കിരിക്കും. എല്ലാവർക്കും അറിയാം, എല്ലാവരും വെച്ചിട്ടുള്ളതും ആയിരിക്കും. എങ്കിലും ഞാൻ അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഈ ചക്കപ്പൂഞ്ഞും ചക്കക്കുരും വെക്കാറില്ലല്ലോ. നമ്മുടെ ഈ കൊല്ലം, തിരുവനന്തപുരം സൈഡിലൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ വടക്കോട്ടൊക്കെ ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ ചക്കപ്പൂഞ്ഞും ചക്കക്കുരു തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റാണ് ചക്കപ്പൂഞ്ഞ് ചക്കക്കുരു തോരന്. പിന്നെ ഇന്ന് മീൻ കിട്ടിയത് ചെറിയ മത്തിയാണ്. അതിന് കറിയൊന്നും വെക്കുന്നില്ല, വറുക്കാൻ തീരുമാനിച്ചു. അത് കുറച്ചെടുത്ത് വറുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാർ രാവിലെ നമ്മളുണ്ടാക്കിയ സാമ്പാറുണ്ടല്ലോ, അത് ഉണ്ട് ഉച്ചക്കലത്തേക്ക്. അങ്ങനെ ചോറും ചക്കപ്പൂഞ്ഞും ചക്കക്കുരും തോരനും മീൻ വറുത്തതും ഒക്കെയാണ് ഇന്നത്തെ കറി. പിന്നെ കുറച്ച് തൈരും എടുത്തിട്ടുണ്ട്. അതൊക്കെ കൂട്ടി ഞങ്ങൾ ഉച്ചക്കലത്തെ ചോറ് വിശാലമായിട്ട് കഴിക്കുകയാണ്.
ഈ ചക്കപ്പൂഞ്ചും ചക്കക്കുരുവും തോരൻ ഈ ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരുടെ വീട്ടിലും വെക്കും. ചിലർക്ക് ചക്കയേക്കാളും ഇഷ്ടം ഈ തോരനാണ്. ചക്ക വേവിച്ച അത്ര ഇഷ്ടമല്ലാത്തവർക്കും ഈ ചക്കപ്പൂഞ്ചും ചക്കക്കുരും തോരൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നമ്മൾ കൊച്ചുള്ളി നല്ല ധാരാളമായിട്ട് ചേർക്കണം. അന്നേരം അപ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ തോരന്. വേറെ കറിയൊന്നും നമുക്ക് വേണ്ട, ചോറ് ഉണ്ണാൻ ഈ തോരൻ മാത്രം മതി. ഇങ്ങനെ പഴമയിലേക്കുള്ള കറികളൊക്കെയാണ് കൂടുതലും ഇവിടെ ഇഷ്ടം. അങ്ങനെ ആ കറിയൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയത്, ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. പിന്നീട് വൈകിട്ട് ഇന്ന് വെർമസലി വെച്ചിട്ടുള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് അത് ഉണ്ടാക്കിയത്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായി നാളെ